الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം ഹിദായത്ത് നൽകുന്ന രീതിയെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിദായത്ത് ലലാലത്ത് ഇതാണ് നമ്മുടെ അടിസ്ഥാന വിഷയം. ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ അള്ളാഹു ചെയ്തു തരുന്ന സൗകര്യങ്ങളെല്ലാം പൂർണ്ണമായും ഉപയോഗിച്ച് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നം അള്ളാഹുവിനോട് മാത്രം പറയാനുള്ള മാനസികാവസ്ഥ ആർക്ക് കിട്ടുന്നുവോ അവൻ ഹിദായത്തിലാണ്. അതിനാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. ഹിദായത്ത് സന്മാർഗം എന്നൊക്കെ ഖുർആനും ഹദീസും ഉപയോഗിച്ചിരിക്കുന്ന ഹിദായത്തിന്റെ മാന അതാണ്. അത് മലയാളത്തിൽ നാം സന്മാർഗം എന്നൊക്കെ പറഞ്ഞ് അതിനെ വിശദീകരിക്കാൻ മെനക്കെടാത്തത് കൊണ്ട് നമുക്കത് മനസ്സിലായില്ല എന്ന് മാത്രം. ഒരാൾ ഹിദായത്തിലാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിമാകുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരാൾ ഹിദായത്തിലാകുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ്റെ ദൈനംദിന വിഷയത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും റബ്ബുൽ-ആലമീനായ അള്ളാഹുവിനെ മാത്രം അറിയിച്ച് ആ അള്ളാഹുവിൻ്റെ ഇടപെടലുകളെ മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു മാനസികാവസ്ഥ ആർക്ക് കിട്ടിയോ അവനാണ് ഹിദായത്തിലുള്ളവൻ. അവന് ഹിദായത്ത് കിട്ടി എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചാണ്. ലലാലത്ത് എന്ന് പറഞ്ഞാൽ അതിന് നേരെ എതിര്, അതിന് ദുർമാർഗം എന്ന് നാം മലയാളത്തിൽ അർത്ഥം വെക്കും. എന്താണ് ഈ ദുർമാർഗം? ഒരു മനുഷ്യൻ നിസ്കരിക്കാതിരിക്കലോ നോമ്പ് വെക്കാതിരിക്കലോ ഹജ്ജ് ചെയ്യാതിരിക്കലോ ആണോ ദുർമാർഗം? ലലാലത്ത് അല്ല. ഒരു മനുഷ്യൻ അവന്റെ ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അള്ളാഹു അല്ലാത്ത ഔലിയാക്കളിലേക്ക്, അമ്പിയാക്കളിലേക്ക്, മരിച്ചുപോയ അമ്പിയാക്കളിലേക്ക്, അല്ലെങ്കിൽ മുർസലീങ്ങളിലേക്ക്, അല്ലെങ്കിൽ ജിന്നുകളിലേക്ക്, അല്ലെങ്കിൽ മലക്കുകളിലേക്ക് ആ മനുഷ്യൻ തൻ്റെ ആശ്രയത്വം, തൻ്റെ ആവശ്യങ്ങളെ പൂർത്തിയാക്കുന്നതിനുള്ള ആശ്രയത്വം അവരിലേക്ക് അവൻ്റെ മനസ്സ് നീങ്ങുന്നുണ്ടെങ്കിൽ അവൻ എത്രമാത്രം അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനായാലും ലലാലത്തിലാണ്.
ഈ ലലാലത്തിലാകുക എന്ന് പറഞ്ഞാൽ അള്ളാനെ എതിർക്കുക, അള്ളാനെ നിഷേധിക്കുക എന്ന് അർത്ഥം വെച്ച് പോകരുത്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാനെ അംഗീകരിക്കുക, അള്ളാഹുൽ വിശ്വസിക്കുക എന്നും അർത്ഥം വെച്ച് പോകരുത്. ഒരാൾ ഹിദായത്തിലായി എന്നതിന്റെ അർത്ഥം അവൻ അള്ളാനെ അംഗീകരിക്കുന്നു എന്നല്ല. അങ്ങനെയാണെങ്കിൽ മക്കയിലെ ഖുറൈശികൾ മുഴുവനും ഹിദായത്തിലാണ്. വല്ലാഹി അവരെ കൂട്ടത്തിൽ അള്ളാഹുവിനെ എതിർക്കുന്നവരാരുമില്ല, അള്ളാഹുവിനെ തള്ളിപ്പറയുന്ന ഒരാളും ആ കൂട്ടത്തിലില്ല. ഖുറൈശികളെ മുഴുവനും അള്ളാന്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്നവരാണ്. റുബൂബിയത്ത് മാത്രമല്ല അവരംഗീകരിക്കുന്നത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മിന്നത്തനുസരിച്ച് ഇസ്ലാമിക ജീവിതം നയിക്കുന്നവരുമാണ് അവർ. പിന്നെ എങ്ങനെയാണ് അവരെ കാഫിറെന്നും മുശ്രിക്കെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചത്? അവർക്കെതിരായിട്ട് എന്തിനാണ് ബദറുണ്ടായത്, ഉഹദ് ഉണ്ടായത്? കാഫിരിങ്ങൾക്കെതിരിലാണല്ലോ യുദ്ധമുണ്ടായത്. ആരാണ് ഈ കാഫിർ? ആരാണ് ഈ കാഫിർ? ആരാണ് ഈ മുശ്രിക്ക്? ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ. അഹ്ലുൽ കിതാബിൽ നിന്ന് കുഫ്ർ ചെയ്തവർ, ജൂതന്മാരും ക്രിസ്ത്യാനികളും, അവർക്ക് കൃത്യമായ സന്ദേശം കിതാബുകളിലൂടെ പ്രവാചകന്മാരിലൂടെ വരികയും അവരുടെ മൗലാനമാരും ഷെയ്ഖുനമാരും പുതിയ മതമുണ്ടാക്കി. ബനു ഇസ്രായേലിയർക്ക് മൂസ നബി പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാമിൽ നിന്ന് ജൂതമതമുണ്ടായി. ബനു ഇസ്രായേലിയർക്ക് ഈസ നബി പഠിപ്പിച്ചെന്ന ഇസ്ലാമിൽ നിന്ന് ക്രിസ്തുമതമുണ്ടായി. ഈ ക്രിസ്തുമതം ഉണ്ടാക്കിയവർ കാഫിരീങ്ങളാണ്, നിഷേധികളാണ്. എന്തിനാണ് അവർ നിഷേധിച്ചത്? അള്ളാഹുവിന്റെ സംവിധാനത്തെ നിഷേധിച്ച് അപ്പോസ്തലന്മാരുടെ സംവിധാനത്തെ അംഗീകരിച്ചത് കൊണ്ടാണ് അവർ കാഫിരീങ്ങളായത്. ക്രിസ്താബ്ദൻ 2-ാം നൂറ്റാണ്ടിന് ശേഷം സെന്റ് പോളിന്റെ വകയല്ലേ ക്രിസ്ത്യാനിസം വന്നത്? അതേപോലെ തന്നെ മൂസ നബിക്ക് ശേഷം യഹൂദായുടെ കെയറോഫിലല്ലേ ജൂതമതം വന്നത്? ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ രണ്ട് മതങ്ങളാണ് അവർ. അതുകൊണ്ടാണ് അവരെ കാഫിരികൾ. അവരെ കയ്യിൽ കൃത്യമായ കിതാബും രേഖയുമുണ്ട്. അതിനെ തള്ളിയിട്ടാണ് അവർ അപ്പോസ്തലന്മാരെ അംഗീകരിച്ചത്, പുരോഹിതന്മാരെ അംഗീകരിച്ചത്, ഷെയ്ഖുനമാരെയും മൗലാനമാരെയും അംഗീകരിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു അവരെ കാഫിർ എന്ന് വിളിച്ചത്. അവരെ അള്ളാൻ അംഗീകരിക്കാത്തത് കൊണ്ടല്ല. ജൂതന്മാർ അള്ളാനെ അംഗീകരിക്കുന്നവരാണ് ഇപ്പോഴും, ക്രിസ്ത്യാനികൾ അള്ളാനെ അംഗീകരിക്കുന്നവരാണ് ഇപ്പോഴും. പിന്നെ എന്താണ് ജൂതന്മാർക്ക് പറ്റിയ കുഴപ്പം? കാലത്തിൽ യഹൂദു ഉസൈർ ബിനുല്ലാഹ്, അള്ളാഹു തആല പറഞ്ഞു. ജൂതന്മാർ വാദിച്ചു ഉസൈർ അള്ളാന്റെ മോനാണെന്ന്. അള്ളാഹുമായിട്ട് അടുക്കുന്നതിന് അള്ളാഹുമായിട്ട് അടുപ്പമുള്ള ആരെങ്കിലും വേണം. അത് സ്വന്തം മോനാകുമ്പോൾ നമുക്ക് കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റും. കാരണം മോന്റെ അഭിപ്രായം വാപ്പ തട്ടൂല. അതുകൊണ്ട് ഉസൈറിന്റെ മകനാണെന്ന് വിശ്വസിപ്പിച്ചു പുരോഹിതന്മാരും മൗലാനമാരും ഷെയ്ഖുനമാരും. ആരെ കൊണ്ട്? അന്നത്തെ മുസ്ലിമീങ്ങളെ കൊണ്ട്. അന്നത്തെ മുസ്ലിമീങ്ങളെ കൊണ്ട് ആ രീതിയിൽ വിശ്വസിപ്പിച്ചു. അതിൽ നിന്നല്ലേ മരിച്ചുപോയ മഹാന്മാരെ അള്ളാഹുമായി ഇട്ട് ചേർക്കുന്ന വിശ്വാസമുണ്ടായത്? അങ്ങനെയല്ലേ ജൂതമതമുണ്ടായത്? ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെയല്ലേ ചെയ്തത്? 2 നൂറ്റാണ്ട് കാലം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടതിന് ഏതാണ്ട് 200-300 കൊല്ലം വരെ ഒറിജിനൽ ഇസ്ലാമായിരുന്നില്ലേ നിലവിലുണ്ടായിരുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂൽ അനുസരിച്ച് ഇഞ്ചീലും ഈസാ ശരീഅത്തുമായിരുന്നില്ല അന്ന് ഇസ്രായേലി സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്നത്. സെന്റ് പോൾ അല്ലേ ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ നമുക്ക് സ്വന്തം സാധിക്കുകയില്ല. അള്ളാഹു, നമ്മൾ പാപികളാണ്, നമ്മൾ ദോഷികളാണ്. നമ്മളെ പോലത്തെ താണ ആൾക്കാർക്ക് അള്ളാഹുവായിട്ട് അടുക്കാൻ, നേരിട്ടെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവായിട്ട് അടുത്തൊരാൾ വേണം. അതിനെന്താണ് വഴി? അതിനവരെന്താ ചെയ്തത്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഖാലത്തിൻ നസാറ അൽ മസീഹു ബിനുല്ലാഹ്. ക്രിസ്ത്യാനികൾ വാദിച്ചു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാന്റെ മോനാണ്. ഈ രണ്ട് ജൂതന്മാരുടെയും നസാറാക്കളുടെയും അതേ താളത്തിനൊത്തു തന്നെയല്ലേ മുഹമ്മദി ശരീഅത്ത്, മുഹമ്മദി റിസാലത്തിന്റെയും ശരീഅത്തിന്റെയും പിറകിൽ ഷീഈ മതമുണ്ടായത് അല്ലേ? ഈ കഴിഞ്ഞ ആഴ്ച വരെ ഷീഈ പുരോഹിതന്മാര് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു, നമ്മളെല്ലാവരും കൂടിയിട്ട് അള്ളാഹ്ക്ക് ആരാധിക്കുന്നു. ഈ നഅ്ബുദു എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല്, ഔലിയാക്കള്, മൊലീശക്കങ്ങള്, മമ്പർത്തങ്ങള്, സിയം തങ്ങള് എല്ലാരെയും കൂട്ടിയിട്ട് പറയാനാണ് അല്ലാഹു തആല ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞ. 4000 കൊല്ലം പഴക്കമുള്ള ജൂതന്റെ വാദം, 2000 കൊല്ലം പഴക്കമുള്ള ക്രിസ്ത്യാനിയുടെ വാദം വളരെ ഫ്രഷായിട്ട് ഇന്ന് ഷീഈ മതക്കാരിലെ ജൂതനേക്കാൾ, നസാറയേക്കാൾ അപകടകാരികളായ ഇവിടുത്തെ ഷീഈ പുരോഹിതന്മാർ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെയല്ലേ മതമുണ്ടായത്? നേരത്തെ പറയുന്ന വിഷയം അതാണല്ലോ. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്തിനെയും ശരീഅത്തിനെയും ഉപയോഗിച്ച് ഏതാണ്ട് വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ ഭൂമിയിൽ ജീവിച്ച നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളിൽ നിന്ന് പുരോഹിതന്മാര്, ശൈഖന്മാര്, ഔലിയാക്കള്, മശായിഖന്മാർ, ശൈഖുനമാര്, മൗലാനമാര്
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്തിന് കാരണമായ ജാറങ്ങളുമായി ബന്ധപ്പെട്ട പല്ലവി ഉപയോഗിച്ചിട്ടല്ലേ ഇവിടെ ദ്രാവിഡ മതം ഉണ്ടാക്കിയത് അല്ലേ? ദ്രാവിഡ മതക്കാർ സമർപ്പിച്ചിരിക്കുന്ന ദേവീ ദേവന്മാരുടെ രൂപത്തിന് സാദൃശ്യം നൂഹ് നബിന്റെ കാലഘട്ടത്തിലുള്ള 5 ഔലിയാക്കളുടെ ജാറവുമായിട്ടല്ലേ? വദ്, സുവാഹ്, യഊഖ്, യഊസ്, നസ്ർ എന്ന 5 ഔലിയാക്കളുടെ ജാറവുമായിട്ടല്ലേ ദ്രാവിഡ മതത്തിന്റെ ദേവീ ദേവന്മാർക്ക് ബന്ധം? അത് കഴിഞ്ഞിട്ട് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തിന് ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്തിനെയും ശരീഅത്തിനെയും പരിഗണിച്ചുകൊണ്ട് ഏതാണ്ട് 100 കണക്കിന് കൊല്ലത്തിന് ശേഷം ഇബ്രാഹിമി പാരമ്പര്യത്തിൽ ഇസ്ഹാഖ് നബിക്കും ഇസ്ഹാഖ് നബിക്കും മൂസ നബിക്കും ഇസ്ഹാഖ് നബിക്കും ഇസ്മായിൽ നബിക്കും പാരമ്പര്യത്തിൽ ഇസ്ഹാഖിന്റെ പാരമ്പര്യത്തിൽ മൂസ നബി വരെയുള്ളവർക്കൊന്നും ആ പാരമ്പര്യത്തിലൊന്നും വരാത്ത രീതിയിൽ ഇബ്രാഹിമിനെ മുറുക്ക പിടിച്ചുകൊണ്ട് ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ ആളെന്നും പറഞ്ഞിട്ടല്ലേ ആര്യമതം ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിലടക്കം ആര്യമതക്കാർ ഉപയോഗിക്കുന്ന ദേവീ ദേവന്മാർക്ക് ബന്ധം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുസ്ലിമീങ്ങളായ സമൂഹത്തിൽ നിന്ന് പുരോഹിതന്മാരുടെ വാദങ്ങൾ കേട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ മഹാന്മാര് വേണമെന്ന ചിന്താഗതിയിൽ നിന്നുണ്ടായതല്ലേ ആ മതം. അതേപോലെ തന്നെയല്ലേ അവർക്ക് രണ്ടുപേർക്കും കിതാബ് ഇല്ലാത്തതുകൊണ്ട് അഹ്ലി കിതാബ് എന്ന് അവരെ പറയില്ല. മൂസ നബിന്റെ അനുയായികളായ നൂഹ് നബിന്റെ അനുയായികളായ ദ്രാവിഡന്മാരെയോ ഇബ്രാഹിം നബിന്റെ അനുയായികളായ ആര്യന്മാരെയോ അഹ്ലി കിതാബ് എന്ന് പറയാറില്ല. കാരണം അവർക്ക് ഉണ്ടാക്കി കിതാബ് ഇറങ്ങിയിട്ടില്ല. ആദ്യമായിട്ട് അല്ലാഹു തആല കിതാബ് ഇറക്കുന്നത് 4000 കൊല്ലം മുമ്പ് ഈജിപ്തിൽ മൂസ നബിക്കല്ലേ ആദ്യം കിതാബ് ഇറക്കുന്നത്. ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് 4000 കൊല്ലം മുമ്പല്ലേ കൂട്ടരെ ആദ്യത്തെ കിതാബ് ഇറങ്ങിയത്. അത് പറഞ്ഞാലും മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാണെങ്കിൽ ഇനിയും കുറെ കടക്കണം. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഷിയാക്കൾക്ക് പിന്നെയും ദീൻ മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ, കാരണം അവരാ അവസ്ഥയിൽ നിന്ന് വന്നവരാണ്. സെലഫികൾക്കാണ് ദീൻ മനസ്സിലാകാത്തത് പറഞ്ഞാൽ, കാരണം ആ രീതിയിലാണ് അവർക്ക് തർബിയത്ത് കിട്ടാതെ വളരുന്നു. അത് തീർച്ചയായിട്ടും അത് തിരുത്തേണ്ടതുണ്ട്. നമുക്ക് 2 കാര്യം ആവശ്യമാണ്. സെലഫികൾക്ക് തർബിയത്തും ഷിയാക്കൾക്ക് ദഅവത്തും. ഈ 2 ജോലി ആര് നിർവഹിക്കും? ഇത് രണ്ടും അനിവാര്യമാണ്. സലഫികൾക്ക് തർബിയത്തില്ലെങ്കിൽ വല്ലാഹി ഈ ദീൻ നിലനിൽക്കൂല. ഈ സലഫികളെ കൊണ്ട് ഈ ദീൻ പൊളിയും തർബിയത്തില്ലാതെ പോയാൽ. തർബിയത്ത് ഉണ്ടാകണമെങ്കിൽ ഖുർആനിലും ഹദീസിലും അഗാധമായ പാണ്ഡിത്യവും താരീഖുമായിട്ടുള്ള ബന്ധവും അനിവാര്യമാണ്. സ്വന്തം ദൈനംദിന ജീവിതത്തെ തൗഹീദും റിസാലത്തുമായിട്ട് ബന്ധിപ്പിക്കാത്ത കാലത്തോളം സലഫികൾക്ക് ദീൻ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ രോഗം ആർക്കാണ്? ദീൻ എന്താണെന്ന് മനസ്സിലാകാത്ത സലഫികൾക്കാണ്. ദീൻ എന്താണെന്ന് മനസ്സിലാകാത്ത ഷിയാക്കളെക്കാൾ മാനസിക രോഗം. അവരെ മനസ്സിലാക്കി കൊടുക്കാനാണ് ഇപ്പം ബുദ്ധിമുട്ട് കുറെ നേരിടുന്നത്. ഷിയാക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, കാരണം അവർക്ക് യാതൊരു ബന്ധവുമില്ല ഖുർആനുമായിട്ട്. അവരെ പുരോഹിതന്മാർ അവർക്ക് ഖുർആൻ മനസ്സിലാക്കി കൊടുക്കാറില്ല, ഹദീസ് പഠിപ്പിച്ചു കൊടുക്കാറില്ല, താരീഖ് മനസ്സിലാക്കി കൊടുക്കാറില്ല. തൊട്ടടുത്ത നൂറ്റാണ്ടിൽ മരിച്ച ഏതെങ്കിലും ഷെയ്ഖിനെയോ വലിയനെയോ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ദീനുൽ ഇസ്ലാമിനെ നിലനിർത്തുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു ഷീഈ പുരോഹിതൻ ഒരുപാട് ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ട് ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുത്ത എങ്ങനെയാണ്? നമ്മുടെ ഖുതുബി തങ്ങൾ ഇങ്ങനെയായിരുന്നു, നമ്മുടെ കണ്യത്ത് ഉസ്താദ് ഇങ്ങനെയായിരുന്നു, അവരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അതൊക്കെ നമ്മുടെ ജീവിതകാലത്ത് ജീവിച്ച് മരിച്ചുപോയ ആൾക്കാരാണ്. അവരെ വെച്ചിട്ടല്ല ദീനുൽ ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കേണ്ടത്. ദീനുൽ ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കേണ്ടത് മാ ഖാലല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ് വഅസ്ഹാബു റസൂലില്ലാഹ്. അള്ളാഹു പറഞ്ഞത്, അള്ളാന്റെ റസൂല് പറഞ്ഞത്, സഹാബാക്കൾ അതിനെ മനസ്സിലാക്കിയ രീതി, അതിന്റെ മെത്തഡോളജി സഹാബാക്കളാണ്. അള്ളാഹ് പറഞ്ഞതും അള്ളാന്റെ റസൂല് പറഞ്ഞതും ദൈനംദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനുള്ള മെത്തഡോളജി ആരെ വകയാണ്? അസ്ഹാബു റസൂലിന്റെ വകയാണ്. ഇത് മൂന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നലെയോ മിഞ്ഞാന്നോ മരിച്ചുപോയ ഏതെങ്കിലും ഷെയ്ഖിനെ ഷീഈ ഷെയ്ഖിനെ വെച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കാൻ മെനക്കെട്ടാൽ അതാണ് ഷീഈയത്ത്. അതന്നെയാണ് ഷീഈയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 1200-300 കൊല്ലത്തോളം പഴക്കമുള്ള ഷീഈ മതം. കേരളത്തിൽ തന്നെ 1300 കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ഷിയാക്കൾക്ക്. 100 കൊല്ലത്തിന് ഇപ്പുറത്താ സലഫിയത്ത് പറയാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് നമുക്കതിന് എട്ടുംകൊട്ടും തിരിയാതെ പോയത്. ഷെയ്ഖുൽ ഇസ്ലാം വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നേരിടുന്നത് സലഫികളോട്, നിങ്ങൾ നേരിടുന്നത് വിവരമില്ലാത്ത, ഇൽമില്ലാത്ത, കിതാബ് കയ്യിലില്ലാത്ത, ആയുധമില്ലാത്ത ഒരു സൈന്യത്തെ അല്ല നിങ്ങൾ നേരിടുന്നത്. ഇഷ്ടംപോലെ ആയിരക്കണക്കിന് കിതാബുകളുള്ള, 10,000-കണക്കിന് ഉലമാക്കളുള്ള ഒരു സമൂഹമാണ് ഷിയാക്കൾ. അവരോടാണ് നിങ്ങൾ തൗഹീദും റിസാലത്തും പറഞ്ഞ് നേരിടാൻ പോകുന്നത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞത് ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് ഇൽമില്ലാതെ നിങ്ങൾ അവരെ നേരിടാൻ പോകുന്നത് ആയുധമില്ലാതെ യുദ്ധക്കളത്തിൽ ഇറങ്ങുന്നത് പോലെയാ. ആയുധമില്ലാതെ ഒരു സ്റ്റേജ് കെട്ടിട്ട് ഏതെങ്കിലും പ്രാസംഗികനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് തൗഹീദ് പ്രസംഗിച്ച ദീനീ ദഅവത്താവൂല. അഗാധമായ പാണ്ഡിത്യം അനിവാര്യമാണ് ദീനീ ദഅവത്തിന്. അതുകൊണ്ട് തന്നെയാണ് നാം പറയുന്നത് സലഫികൾക്ക് നിർബന്ധമായും തർബിയത്ത് ആവശ്യമാണ്. തലപ്പത്തിരിക്കുന്നവർ അത് ആലോചിച്ചേ പറ്റൂ.
ഷിയാക്കൾക്ക് ആവശ്യം ദഅവത്താണ്. തർബിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിദായത്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള പരിശീലനമാണ് തർബിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഹിദായത്ത് നഷ്ടപ്പെട്ടു പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ളതാണ് ദഅവത്ത്. ഷിയാക്കൾ ഓൾറെഡി ഹിദായത്ത് നഷ്ടപ്പെട്ടവരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുക്കുകയും ജാറങ്ങളെ കൊണ്ട് ആ ഷഹാദയെ ബാത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് അവർ. മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുക്കുകയും സൂഫി തരീഖത്തുകളെ കൊണ്ട് അതിനെ ബാത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് അവർ. അതുകൊണ്ട് ബാത്തിലായ ഹിദായത്താണ് അവരുടെ കയ്യിലുള്ളത്. അത് സഹീഹായ ഹിദായത്താക്കി മാറ്റിയെടുക്കണം. അതിന് ദഅവത്ത് അനിവാര്യമാണ്. അതാണ് നമ്മുടെ ജോലി. ഒപ്പം ഈ ശീഇയ്യത്തിൽ നിന്ന് കടന്നു വന്നവരാണ് ഇന്നത്തെ സലഫികൾ മുഴുവനും. ശീഇയ്യത്തിൽ നിന്ന് കടന്നു വന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജാറങ്ങളെ കൊണ്ട് ബാത്തിലാക്കിയവർ. തൗഹീദ് മനസ്സിലായപ്പോൾ ജാറങ്ങളെ ഒഴിവാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഷഹാദ ഉറപ്പിച്ചു. അതേപോലെ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തവർ. സൂഫി തരീഖത്തുകളെ കൊണ്ടും മറ്റും ഷഹാദത്തിനെ ബാത്തിലാക്കിയവർ. കാര്യം മനസ്സിലായപ്പോൾ തരീഖത്തുകളെയും ശൈഖുകളെയും ഒഴിവാക്കി മുഹമ്മദുർ റസൂലുള്ളാഹിയെ പിടിച്ചു. അങ്ങനെയാണ് അവർ ഷഹാദത്തിന് ഹിദായത്തിലേക്ക് തിരിച്ചു വരുന്നത്. അവരെയാണ് നാം സലഫികൾ എന്ന് പറയുന്നത്. ആ സലഫികൾ ഏത് സമയത്തും ഇത് നഷ്ടപ്പെടാം. നാം സാധാരണ പറയാറുണ്ട്, ഹിദായത്ത് കിട്ടിയവർക്കാണ് ഭയം കൂടുതൽ വേണ്ടത്. കാരണം ഏത് സമയത്തും അത് സസ്പെൻഡ് ആവാം, ഏത് സമയത്തും അത് ഡിസ്മിസ് ആവാം. അതുകൊണ്ടാണ് തർബിയത്ത് അനിവാര്യമായി വരുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിട്ട് വന്നു. ഇതാണല്ലോ നമ്മുടെ ഇസ്ലാമിന്റെ സോഴ്സ്. നമുക്ക് ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു മനസ്സിലാക്കി തരാൻ വേണ്ടി ഉപയോഗിച്ചത് മുഹമ്മദി റിസാലത്തിനെയാ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനുൽ ഇസ്ലാമിനെ ഏത് രീതിയിലാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് എന്ന് നാം മനസ്സിലാക്കണം. അഷ്റഫുൽ ഖൽക്കിന്റെ പ്രബോധിതരുടെ കൂട്ടത്തിൽ ആ സമൂഹം ആരായിരുന്നു? നാം അതാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അഷ്റഫുൽ ഖൽക്ക് പ്രബോധനം ചെയ്ത ആ സമൂഹം ആരായിരുന്നു? അവർ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് തുല്യരായ മതക്കാരായിരുന്നോ? അതോ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് തുല്യരായ മതക്കാരായിരുന്നോ? ഇവിടുത്തെ ജൂതന്മാർക്ക് തുല്യരായ മതക്കാരായിരുന്നോ? മജൂസികൾക്ക് തുല്യരായ മതക്കാരായിരുന്നോ? അതോ ഇവിടുത്തെ ഷിയാക്കൾക്ക് തുല്യമായ പാരമ്പര്യക്കാരായിരുന്നോ? വല്ലാഹി മുശ്രിക്കീങ്ങൾ, അതായത് റസൂലുള്ള പ്രബോധനം ചെയ്ത ആ ഖുറൈശി സമൂഹം ഇന്നത്തെ കാലഘട്ടത്തില് നമ്മുടെ രാജ്യത്തുള്ള മൗലാനമാരുടെയും ശൈഖുനമാരുടെയും നേതൃത്വത്തിലുള്ള ഷീഈ സമൂഹത്തിന് തുല്യമാണ്. വളരെ കൃത്യമാണല്ലോ ഉലമാക്കൾ പറഞ്ഞത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വിശദീകരിച്ചു തന്നിട്ടില്ലേ കാര്യം? ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് വിശദീകരിച്ചു തന്നിട്ടില്ലേ കാര്യം? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം നാമധാരികൾ അല്ലെങ്കിൽ പാരമ്പര്യ മുസ്ലിമീങ്ങൾ അഥവാ ഷിയാക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തിട്ട് അതിനെ ബാത്തിലാക്കി കിടത്തിയവർ, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തിട്ട് അതിനെ ബാത്തിലാക്കി കിടത്തിയവർ അഷ്റഫുൽ ഖൽക്ക് പ്രബോധനം ചെയ്ത ഖുറൈശികളെക്കാൾ അപകടകാരികളാണ്. ഖുറൈശികളുടെ ശിർക്കും കുഫ്റും വളരെ മയമാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുശ്രിക്കീങ്ങളുടെ ശിർക്കിനേക്കാൾ കുഫ്റിനേക്കാൾ എന്ന് വളരെ കൃത്യമായിട്ട് ശൈഖുൽ ഇസ്ലാം നമുക്ക് വിശദീകരിച്ചത് ആരെ സംബന്ധിച്ചാണ്? ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും ജൂതനെയും ഹിന്ദുവിനെയും സംബന്ധിച്ചാണോ അതോ ഇവിടുത്തെ പാരമ്പര്യ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചാണോ? നാം അതുകൊണ്ടല്ലേ ചരിത്രം ഗവേഷണം ചെയ്യാൻ മെനക്കെട്ടത്, പഠിക്കാൻ മെനക്കെട്ടത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇസ്ലാമിലേക്കുള്ള പ്രവേശനം. നാം ചോദിക്കുന്നത് അതാ, നമുക്ക് പറഞ്ഞതാ. ഹംസ റളിയല്ലാഹു തആല അൻഹു ഹിന്ദു മതക്കാരനായിരുന്നോ? ഹംസ റളിയല്ലാഹു അൻഹു ക്രിസ്തു മതക്കാരനായിരുന്നോ? ഹംസ റളിയല്ലാഹു അൻഹു ജൂത മതക്കാരനായിരുന്നോ? പിന്നെ ഏത് മതത്തിൽ നിന്നാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു എന്ന് നാം പറയുന്നത്? ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായി എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇനി അതും പറയുന്നില്ലേ? ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ അതും പറയില്ല എന്ന് പറയും സെലഫികളടക്കം. അത് അങ്ങനെയൊന്നല്ല, ഹംസ റളിയല്ലാഹു അൻഹു പണ്ടേ മുസ്ലിം തന്നെയാണ്, പിന്നെ മുസ്ലിം ആക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൂടാന്നൊന്നുമില്ല. കാരണം ഈ ഓരോരുത്തർക്ക് ഹവയുണ്ടാവും. ഇത്തഖദു ഹവാഹു ഇലാഹഹു ഹവാഹു ഇലാഹഹു ഹവാഹു. ഹവയെ ഇലാഹാക്കിയവർ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഹവയെ ഇലാഹാക്കിയവർ യേശുവിനെയും രാമനെയും കൃഷ്ണനെയും അമ്പത്തങ്ങളെയും ഇലാഹാക്കിയവരെക്കാൾ അപകടകാരികളാണ് ഹവയെ ഇലാഹാക്കിയവർ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സ്വന്തം താല്പര്യത്തെ ഹിലാക്കിയവരെ പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടാ. അവരെ കൊണ്ടുള്ള ശല്യം ചില്ലറയായിരിക്കില്ല. ഉമ്മത്തിന്റെ ഉള്ളകത്ത് ഏറ്റവും കൂടുതൽ ശല്യം, മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ശല്യക്കാര് അള്ളാഹു അല്ലാത്ത വ്യക്തികളെയോ ശക്തികളെയോ ഇലാഹുകളാക്കിയവരായിരിക്കൂല, സ്വന്തം താല്പര്യത്തെ ഇലാഹാക്കിയവർ. ഇത്തഖദ ഇലാഹഹു ഹവാഹു ഇലാഹഹു, ഹവയെ ഇലാഹാക്കിയവർ, തടീച്ച അഥവാ താല്പര്യത്തെ ഇലാഹാക്കിയവർ. അവരതിലാണ് പിടിച്ചു നിൽക്കുക. ഞാൻ പറഞ്ഞത് ജയിക്കണം, ഞാൻ പറഞ്ഞത് അംഗീകരിക്കണം. പഴയ കാലത്ത് മദ്ഹബിന്റെ ആൾക്കാരായിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ സംഘടനയുടെ ആൾക്കാരാണ്. മധ്യകാലഘട്ടത്തിൽ മദ്ഹബിന്റെ റോളാണ് ഇപ്പോൾ സംഘടനകൾക്കുള്ളത്.
അന്ന് മദ്ഹബിനെയാണ് തക്രീർ ചെയ്തത്, ഇന്ന് സംഘടനയാണ് തക്രീർ ചെയ്തത്. മാക്കാല മാക്കാൽ റസൂൽ മാക്കാലല്ല മാക്കാല റസൂലുള്ള അസ്ഹാബു റസൂല പറഞ്ഞ അവർ അംഗീകരിച്ചു തരൂല. കാരണം എന്താണ്? അവരെ മനസ്സ് നിറച്ചും ഹവയാ. അവർ തൗഹീദ് പ്രസംഗിക്കുമായിരിക്കും, റിസാലത്ത് പ്രസംഗിക്കുമായിരിക്കും. നാം ചോദിക്കുന്നത് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് ഏത് മതത്തിൽ നിന്നാണ്? നാം പറയുന്നു പാരമ്പര്യ ഇസ്ലാമിൽ നിന്നാണ്. കാരണം ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ദുആ ചെയ്തത് അള്ളാഹുവിനോടാണ്. ആ കാര്യം അഷ്റഫുൽ ഖൽക്കിനോട് ഹംസ രാവിലെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല ചരിത്രം, സ്വഹീഹായ ചരിത്രമല്ലേ? ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം ആകുന്നതിന് മുമ്പ് അബൂജഹലുമായിട്ടുള്ള തർക്കത്തില് അബൂജഹലോട് ഹംസ റളിയല്ലാഹു അൻഹു വാശിക്ക് വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു? നീ എന്റെ മോനെ ചീത്ത പറഞ്ഞ, എന്റെ പിതൃവ്യപുത്രനെ ചീത്ത പറയുന്നുണ്ടെങ്കിൽ ഞാനും എന്റെ പിതൃവ്യപുത്രന്റെ ദീനിലാണ്, നിന്റെ കോലം പോലെ വാ, ഞാൻ നിനക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞു ഹംസ റളിയല്ലാഹു അൻഹു. ആരോട്? അബൂജഹലിനോട്. എന്നിട്ട് രാത്രി പുറക്ക് പോയിട്ട് ഉറക്കം വരുന്നില്ല. എന്താ ഉറക്കം വരാതിരിക്കാൻ കാരണം? എന്താ ഉറക്കം വരാതിരിക്കാൻ കാരണം? ജാറത്തിന്റെ ആൾക്കാർക്കെതിരായിട്ടാണല്ലോ ഞാൻ സംസാരിച്ചിരിക്കുന്നത്. മുഹമ്മദ് ജാറത്തിനെതിരാ. മുഹമ്മദ് ദാറുൽ അർക്കം എന്ന സലഫി സെന്ററുകാരനാണ്. അബൂജഹലോ അല്ലെങ്കിൽ ഹംസയോ അവര് ദാറുൽ നദുവ എന്ന് പറയുന്ന സുന്നി സെന്ററുകാരനാ. നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും, എനിക്കറിയാം. ഇപ്പൊ പെട്ടെന്ന് ചോദിക്കും, ദാറുൽ നദുവ ബുഖാരിയിലുണ്ടോ? അല്ല, സലഫി സെന്റർ എന്ന് ബുഖാരിയിലുണ്ടോ, സുന്നി സെന്റർ എന്ന് മുസ്ലിമിലുണ്ടോ എന്നാ ചോദിക്കുക. എന്നുവെച്ചാൽ കാര്യം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞിരുന്നത്, വല്ലാഹി ആ കാലഘട്ടത്തിൽ അഷ്റഫുൽ ഖൽക്ക് കഴിച്ചു കൂട്ടിയ ദാറുൽ അർക്കം സലഫി സെന്ററാണ്. അബൂജഹലും ഉത്തുബത്ത് യോഗം കൂടുന്ന ദാറുൽ നദുവ സുന്നി സെന്ററാണ്. ആ സുന്നി സെന്ററിൽ നിന്നാണ് ഹംസ വരുന്നത്. ആ സുന്നി സെന്ററിൽ നിന്ന് കേട്ട ഉലിയാക്കളെ ഫലായില് കേട്ടിട്ടാണ് ഹംസ വരുന്നത്. ലാത്തന്റെ ഫലായില് കേട്ടിട്ടാണ് ഹംസ വരുന്നത്. ഉസ്സന്റെ ഫലായില് കേട്ടിട്ടാണ് ഹംസ വരുന്നത്. മരിച്ചുപോയ ഇബ്രാഹിം നബിന്റെ ബർക്കത്തിൽ ദുആ ചെയ്തിട്ടാണ് വന്നത്. മരിച്ചുപോയ ഇസ്മായിൽ നബിന്റെ ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്തിട്ടാണ് വന്നത്. അതേ സമയത്ത് മക്കത്ത് മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ കഅബൻ തവാഫ് ചെയ്യുകയും ചെയ്യും. ഒപ്പം അള്ളാഹുവിനെയും വിളിക്കും, അള്ളാഹുവിനോടൊപ്പം ഇബ്രാഹിം നബിനെയും വിളിക്കും, അള്ളാഹുവിനോടൊപ്പം ഇസ്മായിൽ നബിനെയും വിളിക്കും, അള്ളാഹുവിനോടൊപ്പം ലാത്ത തങ്ങളെയും വിളിക്കും, ഉസ്സാ തങ്ങളെയും വിളിക്കും, മനാത്ത തങ്ങളെയും വിളിക്കും. അവിടെ നിന്നാണ് ഹംസ റളിയല്ലാഹു അൻഹു എടുത്തേക്ക് വരുന്നത്, ദാറുൽ അർക്കമിലേക്ക് വരുന്നത്. എന്നല്ലാതെ ക്രിസ്ത്യാനികളുടെ സെന്ററിൽ നിന്നല്ല ഹംസ റളിയല്ലാഹു അൻഹു വന്നത്, ജൂതന്റെ സെന്ററിൽ അല്ല വന്നത്, ആര്യ ദ്രാവിഡ സമൂഹത്തിന്റെ സെന്ററിൽ അല്ല വന്നത്. പ്യൂർ പരമ്പരാഗതമായി 4000 കൊല്ലത്തോളം ഇസ്ലാം ചർച്ച ചെയ്ത ആ പാരമ്പര്യത്തിൽ വന്ന ഖുറൈശി സമൂഹത്തിന്റെ സെന്ററാകുന്ന ദാറുൽ നദുവയിൽ നിന്നാണ് അവർ വരുന്നത്. എന്നിട്ട് അബൂജഹലോട് സംസാരിച്ചപ്പോൾ ഞാൻ മുഹമ്മദിന്റെ ദീൻ അംഗീകരിച്ചു എന്ന് വാശിക്ക് പറഞ്ഞപ്പോൾ ഹംസക്ക് അസ്വസ്ഥത വരാൻ കാരണം എന്താണ്? ഇവിടത്തെ ഷീഈ സാധാരണക്കാർക്ക് വരുന്ന അതേ അസ്വസ്ഥത. എന്താണ് ഹംസ റളിയല്ലാഹു അസ്വസ്ഥത? ഞാൻ മുഹമ്മദിന്റെ ദീൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഔലിയാക്കളെ തള്ളി എന്നല്ലേ നമ്മുടെ ഉപ്പപ്പന്മാര് ഭാഷ അനുസരിച്ച്. ഞാൻ ഔലിയാക്കളെ തള്ളി, അമ്പിയാക്കളെ തള്ളി. മരിച്ചുപോയ മഹാന്മാർക്ക് ഒരു മഹത്വം ഇല്ല, ഇലാഹദ്രത്തി വേണ്ട, ശഫാഅത്ത് വേണ്ട, തവസ്സുൽ ഇസ്തിഗാസ വേണ്ട. ഇതൊക്കെയാണല്ലോ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉപ്പുപ്പന്മാര് പറയുന്നത് എന്താ? ഇബ്രാഹിം നബിന്റെ ബർക്കത്ത് കൊണ്ട് കാര്യങ്ങൾ നടത്തി തരണേ അല്ലാ, ഇസ്മായിൽ നബിന്റെ ബർക്കത്ത് കൊണ്ട് കാര്യങ്ങൾ നടത്തി തരണേ അല്ലാ, ലാത്താ തങ്ങളുടെ കാര്യം ബർക്കത്ത് കൊണ്ട് കാര്യം നടത്തി തരണേ അല്ലാ. ഇതാണ് ദാറുൽ നദുവയിൽ വെച്ച് ശൈഖുനമാര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുആ. അതേസമയത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് എന്താ? ഒരു ബർക്കത്തും വേണ്ട, ഒരു ജാഹു ഇല്ല, ഒരു ബർക്കത്തും ഇല്ല. അല്ലാഹ്ക്ക് പകരം അല്ലാഹ് മാത്രം. വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പിന്നെ ഇതിന്റെ വേറെയുള്ള സപ്പോർട്ട് കൂട്ടരെ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ള സപ്പോർട്ട് എന്തിനാ? കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹല്ലേ, എല്ലാറ്റിനും കഴിവുള്ളവൻ അല്ലാണെങ്കിൽ ഞാൻ എത്ര പാപിയായാലും, ഞാൻ എത്ര നിസ്കരിക്കാത്തവനായാലും, ഞാൻ എത്ര കള്ളുകൂടിയനായാലും, ഞാൻ എത്ര പലിശ തിന്നുന്നവനായാലും എന്റെ പാപങ്ങൾ പുറത്തു തന്നിട്ട് എന്നെ നല്ലവനാക്കാൻ എന്റെ അല്ലാഹ് കഴിവുള്ളവനാ. എന്റെ അള്ളാഹ്ക്ക് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിലേ ഞാൻ വേറെ ആളെ കൂട്ടിയിട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. ഇതല്ലേ നമ്മുടെ പ്രഖ്യാപനം. അതാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞു. അബൂജഹൽ ഉത്ബത്ത് ശൈബത്തുമാര് നമ്മുടെ ഉപ്പുപ്പമാര്, നമ്മുടെ ഉപ്പുപ്പമാര്, നമ്മുടെ കാരണന്മാര്, നമ്മുടെ ശേഖുനമാര്, നമ്മുടെ മൗലാനമാര് ഏതാണ്ട് 500 കൊല്ലത്തോളമായിട്ട് ഈ തങ്ങന്മാരെ ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്യാൻ. ഇപ്പൊ മുഹമ്മദ് വന്നിട്ട് പറയുന്നു ഒന്നും വേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം മതിയെന്ന്. ഞാനത് അംഗീകരിച്ചു എന്ന് തമാശക്കാരും ദേഷ്യം തീർക്കാൻ പറഞ്ഞതാണെങ്കിലും ഹംസക്ക് അസ്വസ്ഥതയുണ്ടായി. ഞാൻ പൂർവികന്മാരുടെ, ഉപ്പപ്പമാരുടെ, ശൈഖുനമാരുടെ ആദർശം വിട്ട് മുഹമ്മദിന്റെ ആദർശത്തിലേക്ക് പോയാൽ എന്റെ അല്ലാഹ് എന്നെ വെറുക്കുമോ? അതാണ് പോയിന്റ്. അവിടെയാണ് നിങ്ങൾ പോസ് ചെയ്യേണ്ടത്.
ഹംസയുടെ അസ്വസ്ഥത എന്താ? എന്റെ അള്ള എന്നെ വെറുക്കുമോ? അതെ, നമ്മുടെ നാട്ടിലെ കാസർഗോഡ് അടക്കമുള്ള സ്ഥലത്തെ ഷിയാക്കളായ സാധാരണക്കാർ വിഷമിക്കുന്നത് പോലെ ഇവിടുത്തെ മൗലാനമാർക്ക് വിഷമില്ല. അവർ അബൂജഹിലിന്റെ അബൂ താലിബിന്റെയും പാർട്ടിയാണ്. അതേസമയത്ത് ഇവിടുത്തെ സാധാരണക്കാരായ ഷിയാക്കൾക്ക് വിഷമമുണ്ട്. കാരണം അവര് ഹംസ റളിയല്ലാഹുവിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെയും പാർട്ടിയാണ്. കാരണം അവര് ശൈഖുനമാര് പറയും പോലെ കേൾക്കുന്നത് അള്ളാനെ പേടിച്ചിട്ടാണ്. അള്ളാഹ് നമ്മളെ വൃത്തിയേക്കോ? ലാത്ത തങ്ങളെ വിട്ടാൽ അള്ളാഹ് നമ്മളെ കൈവിട്ടേക്കോ? ഉസ്സാ തങ്ങളെ വിട്ടാൽ അള്ളാഹ് നമ്മളെ കൈവിട്ടേക്കോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ നബിക്കും നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ താക്കത്തുണ്ട് എന്ന് അംഗീകരിക്കാതെ അള്ളാഹിനെ മാത്രം വിളിച്ചാൽ നമ്മളെ അള്ളാഹ് കൈവിട്ടേക്കുമോ എന്നുള്ള പേടിയാണ് ഹംസ റളിയല്ലാഹുവിന്റെ മനസ്സിൽ. അതുകൊണ്ടാണ് ഹംസ റളിയല്ലാഹു രാത്രി പോയിട്ട് പരക്കുന്ന ദുആ ചെയ്തത്. അല്ലാഹുമ്മ. ഏതാണ് ഈ അല്ലാഹുമ്മ? അതിനാണ് കൂട്ടരെ ഇവിടുത്തെ ഷീഈ പുരോഹിതന്മാരാകുന്ന ജൂതനേക്കാൾ അപകടം പിടിച്ചവർ ആയ അല്ലാഹുമ്മ പറഞ്ഞത്. ഒറിജിനൽ അള്ളാനെ അല്ല, അവർ ഡ്യൂപ്ലിക്കേറ്റ് അള്ളാനെ അത് കള്ളം പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് അള്ളാനെ ആണെങ്കിൽ അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ തിരുത്തി കൊടുക്കണമായിരുന്നു. അള്ളാന്റെ റസൂൽ തിരുത്തിയില്ല. ഖുറൈശികൾ ഓരോരുത്തരും അല്ലാഹുമ്മ അല്ലെങ്കിൽ വല്ലാഹി എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുക. നിങ്ങൾ അപ്പറയുന്ന അള്ളയല്ലാന്ന് അപ്പം നബിതങ്ങൾ പറയണമായിരുന്നു, പറഞ്ഞില്ല. ഒറിജിനൽ അള്ളാഹിനെ പറ്റി തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് നബിതങ്ങളെ തിരുത്താതിരുന്നത്. അല്ലെങ്കിൽ അഷ്റഫുകൾക്ക് തിരുത്തുമായിരുന്നു ഹംസ വല്ലാഹി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അല്ലാഹുമ്മ എന്ന് പറയുമ്പോൾ. ഹംസ ആയ അള്ളാഹിനെ അല്ല വിളിക്കേണ്ടത്, ഞാൻ പറയുന്ന അള്ളാഹിനെയാണ് വിളിക്കേണ്ടതെന്ന് പറയുമായിരുന്നു. ഈ ഉലമാക്കൾ എന്ന് പറയുന്ന മൂദേവികൾ കള്ളം പറയുകയാണ്. ഭൂരിപക്ഷം വരുന്ന സമൂഹത്തെ വഞ്ചിച്ച് ചതിച്ച് കാശുണ്ടാക്കാൻ മെനക്കിടുന്ന ഈ പുരോഹിത വർഗം പച്ച കള്ളം പറഞ്ഞ് സാധാരണക്കാരനെ വഞ്ചിക്കുകയാണ്. ആ വഞ്ചനയിൽ നിന്ന് സാധാരണക്കാരൻ രക്ഷപ്പെടണം. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ ഒന്നാം കാര്യം. ഈ പുരോഹിതന്മാരെ രക്ഷപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത് സീല് വെച്ചു പോയ കാര്യമാണ്. കാരണം സമ്പത്തും അധികാരവും കൊണ്ട് ഹൃദയം സീല് വെച്ചു പോയ കാര്യമാണ്. ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറള വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ. സാധാരണക്കാരൻ അങ്ങനെയല്ല. ഈ കൂടിയിരിക്കുന്ന ഒരു കൂട്ടത്തിലുണ്ടാവാ സാധാരണക്കാരി. ചിലപ്പോൾ അവരിതൊക്കെ ചിന്തിക്കുന്നത് ഔലിയാക്കന്മാര് നമ്മളെ പണ്ടേ ഉള്ളതല്ലേ, നമ്മൾ ഉപ്പമാര് കാലത്തെ ഉള്ളതല്ലേ, മാലിക്കുദ്ദീനാറെ വിളിച്ചിട്ടല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താറ്, മമ്പർത്തങ്ങളെ വിളിച്ചിട്ടല്ലേ കാര്യങ്ങൾ നടത്താറ്, അവരല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരെന്നല്ലേ ഇവർ പറഞ്ഞത്. അവരെ കൈവിട്ട അള്ളാഹ് നമ്മളെ വെറുത്തേക്കുമോ? അള്ളാഹു തആല പറയുന്നു നിങ്ങൾ അവരെ വിട്, എന്നിട്ട് എന്റെ അടുത്തേക്ക് വാ. നമ്മൾ പറയുന്നു അവരെ വിട്ടാൽ അള്ളാഹ് വെറുത്തേക്കുമോ? അള്ളാഹ് പറയുന്നു നിങ്ങളുള്ള വെറുപ്പ് നിങ്ങൾ അവരെ കൂട്ടുമ്പോഴാണ്, അതെന്റെ റഹ്മാനിയത്തിനെതിരാണ് അവരെ കൂട്ടുന്നത്. നിങ്ങളെ കാര്യമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോ ഔലിയാക്കന്മാരെ ചേർത്ത് പറയുന്നത് എന്റെ റഹ്മാനിയത്തിനെതിരാ. എന്താണ് കൂട്ടര് റഹ്മാൻ? എന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസ്സുള്ളവർ പണ്ട് ദർസിൽ പഠിച്ചവരല്ലേ കാസർഗോഡുകാരൊക്കെ. എന്താണ് ബിസ്മില്ലാഹി? അള്ളാന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. എങ്ങത്തല്ല അർ-റഹ്മാനി. ഈ ലോകത്ത് അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന അല്ലാ. പിന്നെ എങ്ങത്തല്ല അർ-റഹീം. ഇവിടെ അനുസരിച്ചവർക്ക് മരിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ഗുണം ചെയ്യുന്നവനല്ല. അല്ലേ പണ്ട് ദർസിൽ പഠിച്ചത്? ഇപ്പോഴും ഈ മദ്രസകളിൽ വെച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന അർത്ഥം അങ്ങനെ തന്നെയല്ലേ? നമ്മളത് കരുണാനിധിയാക്കി. അത് പണ്ടാരെ പറഞ്ഞ മാതിരി കുളത്തുനിന്ന് പിടിച്ചിട്ട് കിണറ്റിലിട്ട മാതിരിയായി. കരുണാനിധിയാക്കി. ആരാണ് കരുണാനിധിയാക്കിയത്? അള്ളാഹു എല്ലാവർക്കും മാപ്പാക്കി കൊടുക്കട്ടെ. ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. ഒരു 40-50 കൊല്ലം മുമ്പ് മലയാള ഭാഷ കൂടുതൽ പരിഷ്കരിച്ചിട്ടില്ലാത്ത കാലം, മലയാളവും അറബിയും തമ്മിൽ ബന്ധപ്പെട്ട് വ്യാപകമായ വിശാലമായ വ്യാഖ്യാനങ്ങളൊന്നും വന്നിട്ടില്ലാത്ത കാലം, അന്ന് ഉമ്മത്തിന് റഹ്മാനെയും റഹീമിനെയും പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു വാക്കാണ്. അത് നമുക്ക് ആശ്വസിക്കാം. അള്ളാഹു തആല അവർക്ക് കൂടുതൽ, അവർ മരിച്ചുപോയവർക്ക് കൂടുതൽ പ്രതിഫലം കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ തൗഫീഖും കൊടുക്കട്ടെ. അവിടെ കരുണാനിധി ഏതായാലും വേണ്ട. കരുണാനിധി എന്ന് അള്ളാഹ്ക്ക് യോജിച്ച പേരല്ല. അതുകൊണ്ട് റഹ്മാന് കരുണാനിധി എന്നും റഹീമിന് കരുണാകരൻ എന്നും അർത്ഥം വെച്ചിട്ട് കൊളാക്കണ്ട. ഇങ്ങനെ ചൂർത്താ മതി. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. എങ്ങത്തല്ലാ അർ-റഹ്മാൻ, റഹ്മാനായ അല്ലാഹ്. പിന്നെ എങ്ങത്തല്ലാ അർ-റഹീം, റഹീമായ അല്ലാഹ്. അപ്പൊ കുട്ടികൾ സ്വാഭാവികമായിട്ട് ചോദിക്കും ഉസ്താദിനോട്, ഈ റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്താദേ? റഹീം എന്ന് പറഞ്ഞാൽ അപ്പൊ വിശദീകരിച്ചു കൊടുക്കണം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ മധുവും ജാതി നോക്കാതെ സപ്ലൈ ചെയ്യുന്നവനാണ് അള്ളാഹ്. അതിനാണ് അള്ളാഹു റഹ്മാൻ എന്ന് പറയുന്നത്. ആദർശം നോക്കാതെ ദുനിയാവിന്റെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നവൻ. റഹീം എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം എന്തെങ്കിലും കിട്ടണമെങ്കിൽ ആദർശം നോക്കിയിട്ടേ അള്ളാഹ് കൊടുക്കുള്ളൂ, മനുഷ്യനെ നോക്കിയിട്ട് കൊടുക്കൂല. എന്ന് വെച്ചാൽ ഭൂമിയിൽ ഇൻസാനിയത്തിനെ പരിഗണിച്ച് അള്ളാഹു എല്ലാവർക്കും ഒരുപോലെ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് റഹ്മാൻ ആയതുകൊണ്ടാണ്. ആഖിറത്തിൽ ഇസ്ലാമിയത്തിനെ പരിഗണിച്ച് അള്ളാഹു ഔദാര്യം ചെയ്തു കൊടുക്കുന്നത് റഹീം ആയതുകൊണ്ടാണ്.
കുട്ടിയൊക്കെ മനസ്സിലായല്ലോ. അടിയും ഭാഷ പിടിക്കേണ്ട ആവശ്യം എന്താ? ഇവിടെ റഹ്മാൻ എന്ന വാക്കിനെതിരല്ലേ ജാറങ്ങൾ. മതങ്ങളും ജാറങ്ങളും റഹ്മാന്റെ നിഷേധിക്കാൻ. അതുകൊണ്ടാണ് ജാറത്തിൽ പോകുന്നവൻ തനി കാഫിറ. എന്തുകൊണ്ട്? അവൻ റഹ്മാൻ എന്ന ഇസ്മിനെ നിഷേധിക്കുകയാണ്. അള്ളാഹ് പറയുന്നു, നീ എവിടെയും പോണ്ട, നീ എത്ര പാപിയാണെങ്കിൽ നിന്റെ പാപം ഞാൻ ഈ ഭൂമിയിൽ കൈകാര്യം ചെയ്തു തരാം. നിന്റെ സൂക്കേട് നീ എത്ര പാപിയാണെങ്കിൽ ഞാൻ മാറ്റിത്തരാം. നിന്റെ കച്ചവടത്തിൽ ലാഭം നീ ഏത് മതക്കാരനാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഞാൻ പലപ്പോഴും ആ കാര്യം നിങ്ങൾക്ക് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അത് ശരിയല്ലെങ്കിൽ പറ. ആവശ്യങ്ങളെ അള്ളാഹ് പൂർത്തിയാക്കി കൊടുക്കുന്നത് ആദർശം നോക്കിയിട്ടാണ് എന്നാണ് പ്രമാണമെങ്കിൽ അത് പറ. കുഞ്ഞിനും കുത്തിയിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നു, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹ് ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നത് ആദർശം നോക്കിയിട്ടല്ല. അതുകൊണ്ട് ഇസ്ലാമിയത്ത് ഷർത്തല്ല. കല്യാണം കഴിച്ചവർക്ക് അള്ളാഹു മക്കളെ കൊടുക്കുന്നത് അവന്റെ ദീൻ നോക്കിയിട്ടല്ല. കച്ചവടക്കാരന് ലാഭം കൊടുക്കുന്നത് അവന്റെ മതം നോക്കിയിട്ടല്ല. കൃഷി ചെയ്യുന്നവനിക്ക് തെങ്ങ് നട്ടവനിക്ക് തെങ്ങിൽ തേങ്ങ കായ്പിക്കുന്നത് അവന്റെ ജാതി മതവും നോക്കിയിട്ടല്ല. യേശുവിന്റെ നാമത്തിൽ തെങ്ങ് നട്ട ക്രിസ്ത്യാന്റെ തെങ്ങിലും അള്ളാഹുവാണ് തേങ്ങ കായ്പിച്ചു കൊടുക്കുന്നത്. നീ യേശുവിന്റെ നാമത്തിലെ തെങ്ങ് നട്ടത് എനിക്ക് തേങ്ങയില്ല എന്ന് വല്ലാഹി അള്ളാഹ് പറയില്ല ദുനിയാവിൽ. അതെന്താ അള്ളാഹിന്റെ പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ഈ തൗഹീദ് മാത്രം പറയുന്നവർക്ക് ആദ്യം അത് പറ. അതുകൊണ്ടല്ലേ കൂട്ടരെ ഖുറൈശികൾ റഹ്മാൻ എന്ന വാക്കിനെ എതിർത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള കരാർ ഹുദൈബിയ സന്ധി, ആ സന്ധിയിൽ വ്യവസ്ഥ എഴുതിയപ്പോൾ അഷ്റഫുൽ ഖൽഖ് എഴുത്തുകാരനോട് പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ. ആ സമയത്ത് ഖുറൈശി കൂട്ടത്തിലെ പാരമ്പര്യ മുസ്ലിം പ്രതിനിധിയായിട്ട് വന്നത് സുഹൈൽ ബിൻ അംറ. സുഹൈൽ ബിൻ അംറ പറഞ്ഞത് മുഹമ്മദ് നബിയോട്, ഓ മുഹമ്മദ് നബി, ഞങ്ങൾക്ക് ഈ റഹ്മാൻ എന്താന്ന് അറിയില്ല, ഈ റഹ്മാൻ റഹീം എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് റഹ്മാൻ റഹീം എഴുതാൻ പറ്റൂല, പിന്നെ എന്താ എഴുതേണ്ടത് ചോദിച്ചു റസൂലുള്ളാഹി തങ്ങൾ. അപ്പം സുഹൈൽ പറഞ്ഞു, ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിക്കോ. ബിസ്മിക അല്ലാഹുമ്മ എന്ന് അള്ളാന്റെ റസൂൽ സമ്മതിച്ചില്ലേ? ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിയിട്ടല്ലേ ഹുദൈബിയ സന്ധിയിലെ വ്യവസ്ഥകൾ എഴുതിയത്. അവർ അല്ലാഹുമ്മ എന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് അള്ളയാണെങ്കിൽ അള്ളാന്റെ റസൂൽ അംഗീകരിക്കാൻ പാടുണ്ടായിരുന്നോ? അപ്പൊ തന്നെ അള്ളാന്റെ റസൂൽ തിരുത്തണ്ടേ? പിന്നെ എന്തടിസ്ഥാനത്തിലാ ഇവിടുത്തെ പാരമ്പര്യമുള്ള 50 കൊല്ലം കാളിയായ മൗലാനയും അള്ളാന്റെ റസൂൽ പറഞ്ഞ അള്ളാനെ അല്ല ഖുറൈശികൾ വിളിച്ച അള്ളാഹ് എന്ന് പറഞ്ഞ കള്ളത്തരം ആരോടൊക്കെയാണ്? 15 കൊല്ലം കിതാബ് ഓതിയിട്ടില്ലേ, 25 കൊല്ലം ദർസ് നടത്തിയിട്ടില്ലേ, 40 കൊല്ലം കാളിയും ആയിട്ടില്ലേ? എന്നിട്ടും ഈ കള്ളത്തരം പറയുന്നത് ഈ ജനങ്ങളെ വിഡ്ഢികളാക്കി അവരെ പിഴിയാൻ വേണ്ടി മാത്രമല്ലെങ്കിൽ പിന്നെന്താ? അത് തന്നെയാണ് അബൂ താലിബും അബൂജഹലും ചെയ്തത്. അതുകൊണ്ടാണ് ദാറുന്നദുവിന്റെ ആൾക്കാരാണ് നിങ്ങളെന്ന് നാം അവരോട് പറയുന്നത്, ഇവിടുത്തെ ഷിയാക്കളോട്. അതേ ദിവസത്തെ സലഫികൾ അവരെ തിരുത്തി അള്ളാഹു മാത്രം എന്നറിഞ്ഞ ശേഷം പിന്നെ അള്ളാഹു അല്ലാത്തവരത്തേക്ക് പോയിട്ടില്ല. മുഹമ്മദ് നബിന്റെ ശരീഅത്ത്, മുഹമ്മദ് നബിന്റെ റിസാലത്ത്, അവിടുത്തെ മുഹമ്മദിയത്ത്, അവിടുത്തെ അബ്ദിയത്ത്, അവിടുത്തെ നുബുവത്ത്, അവിടുത്തെ റിസാലത്ത്, അവിടുത്തെ ശരീഅത്ത്, അത് മാത്രമാണ് പ്രായോഗികത. അതിൽ നിന്ന് അപ്പുറം തെറ്റുന്ന പ്രശ്നമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അറിഞ്ഞതിന് ശേഷം അതിന് പിടിച്ചു നിൽക്കാൻ സൗഭാഗ്യം കിട്ടിയ ചെറിയൊരു ന്യൂനപക്ഷം അവര് ഹിദായത്തിലാണ്. അവരാണ് ദാറുൽ അർഖമിന്റെ പാർട്ടി. ഇനി അതും ശരിയല്ലെങ്കിൽ പറഞ്ഞതാ. മൗലവി സാഹിബെ ഒന്ന് ഒതുക്കി പറ മൗലവി സാഹിബെ, ഇതെങ്ങനെ തന്നെയാണ് റസൂലുള്ളാഹി തങ്ങളോട് അന്ന് പറഞ്ഞത്. ഖുറൈശികൾ അന്ന് നബി തങ്ങളോട് പറഞ്ഞു, ഒന്ന് ഒതുക്കി പറ മുഹമ്മദ് നബി, നിങ്ങൾ ഇങ്ങനെ കടുപ്പം കൂട്ടി പറയല്ലേ. അല്ലാഹു തആല ആയത്തിറക്കി സൂറത്തുൽ ഖലമില്, ഫസതുബ്സിറു വല വയുബ്സിറൂൻ. ഓ മുഹമ്മദ് നബി, നിങ്ങൾക്കും കാര്യം പിറകെ മനസ്സിലാവും, അവർക്കും കാര്യം മനസ്സിലാവും. ഫലാ തുതിഇൽ മുകദ്ദിബീൻ, ഈ കള്ളന്മാരെ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രശ്നമില്ല, ഇവര് കള്ളന്മാരാണ്. ഫലാ തുതിഇൽ മുകദ്ദിബീൻ, ഈ കള്ളന്മാരെ അനുസരിക്കുന്ന പ്രശ്നമില്ല. ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, അതെ നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ അവരും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ശരിയല്ലേ? അങ്ങനെയല്ലേ അവർ അഡ്ജസ്റ്റ്മെന്റിന് വന്നത്? സമ്മതിച്ചോട്ടോ റസൂലുള്ളാഹി തങ്ങൾ? ആദർശപരമായ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് റസൂലുള്ളാഹി തങ്ങൾ തയ്യാറായോ? എത്ര തെളിവുകളുണ്ട്. നമ്മൾ പറയുന്നു കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറ, നമ്മൾ ഒന്ന് ശരിയായി വരട്ടെ. ആരും ശരിയായി വരാൻ? എന്ത് ശരിയായി വരാനാണ് നിങ്ങൾ ഈ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുറൈശി പ്രമാണിമാർ, ഉത്ബത്ത് ശൈബത്ത് അടക്കമുള്ളവർ എല്ലാ അടവുകളും പരാജയപ്പെട്ടപ്പോൾ അവസാനം ഒരു സന്ധിക്ക് വേണ്ടി വന്നു അഷ്റഫുൽ ഖൽഖിന്റെ അടുക്കിലേക്ക്. അവസാനം അവര് പറഞ്ഞു, ഓ മുഹമ്മദ്, ഒരു കാര്യം ചെയ്, നീ പറയുന്നതൊക്കെ ശരിയാ, ഞങ്ങൾ അംഗീകരിച്ചു തരാം. ഒരു കോംപ്രമൈസിൽ നീ തയ്യാറാണ്. 1 കൊല്ലം ഞങ്ങളുടെ ജാറങ്ങളിലേക്ക് നീ വാ, ജാഹ് ബറക്കത്തൊക്കെ ഒന്ന് പറ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളെ അനുയായികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. 1 കൊല്ലം, ബാക്കിയുള്ള കൊല്ലം നീ പറയും പോലെ ഞങ്ങൾ ജാറം പൂട്ടിയിട്ട് നിന്റെ പിന്നാലെ വന്നോളാം, അള്ളാനെ മാത്രം ഞങ്ങൾ വിളിച്ചോളാം. അങ്ങനെ ഒരു കോംപ്രമൈസ് ആയിക്കൂടെ മുഹമ്മദ്? ഖുറൈശികളാകെ ഭിന്നിച്ചിരിക്കുകയല്ലേ. കുടുംബത്തിൽ തന്നെ, ഒറ്റ വീട്ടിൽ തന്നെ, ഉപ്പ അപ്പുറം മോനിപ്പുറം, ഇളയപ്പ അപ്പുറം മൂത്താപ്പ ഇപ്പുറം,
നീ കുടുംബത്തെ ഭിന്നിപ്പിച്ചിരിക്കുകയല്ലേ മുഹമ്മദ്, കുടുംബം ഭിന്നിച്ചു കിടക്കുകയല്ലേ, അതേപോലെ തന്നെ തറവാട് ഭിന്നിച്ചു കിടക്കുകയല്ലേ, ആകെ മൊത്തം പ്രശ്നമല്ലേ മുഹമ്മദ്, നമുക്കതൊന്ന് ശരിയാക്കാലോ മുഹമ്മദ്, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നീ തയ്യാറാകും. റസൂലുള്ളാഹി ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. അഷ്റഫുൽ രീതി അതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയാലേ മറുപടി പറയാൻ പറ്റുള്ളൂ. കാരണം റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വന്തം ആദർശത്തിന്റെ കാര്യം പറയാൻ അനുവാദമില്ല. ദാ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് മറുപടി വരുന്നു. കുൽ എന്ന് പറഞ്ഞുകൊണ്ട്, കുൽ എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. കുൽ എന്ന് പറഞ്ഞാൽ പറ എന്നാണ് അർത്ഥം. അതെ, അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖിന്റെ മൗനത്തെ ഭിന്നിച്ചുകൊണ്ട്, ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ഓർഡർ കൊടുക്കുകയാണ്. കുൽ, പറഞ്ഞു കൊടുക്കുക നബിയെ അവന്മാർക്ക്. സന്ധി സംഭാഷണത്തിന് വന്ന നേതാക്കന്മാരില്ലേ, അവരോട് വിളിച്ച് പറ, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കൊടിയ കാഫിരീങ്ങളെ. വിളിച്ചിട്ട് പറയാൻ പറഞ്ഞ, യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിരീങ്ങളായ സഹോദരങ്ങളെ. ഇവിടുത്തെ ഫോറം ഫോർ ഡെമോക്രസിന്റെ ആൾക്കാരായ മൊല്ലന്മാരും അങ്ങനെ അർത്ഥം വെക്കലേനി. യാ അയ്യുഹൽ കാഫിറൂൻ, പിരിശപ്പെട്ട കാഫിരീങ്ങളെ. മിമ്പർ ബന്ധം എന്താ പറയേണ്ടത് എനിക്ക് തോന്നുന്നില്ല. പിരിശപ്പെട്ട ബഹുമാന്യരായ കാഫിരീങ്ങളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഞാൻ ഏതായാലും നിങ്ങൾ ഒന്നിച്ചില്ലല്ലോ. അങ്ങനെ റസൂലുള്ളാഹിയോട് പറയാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ നിഷേധികളെ, യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന, നിങ്ങൾ ജാഹ് ബർക്കത്ത് കൊണ്ട് ചോദിക്കുന്ന, നിങ്ങൾ തവസ്സുൽ ഇസ്തിഗാസ ചെയ്യുന്ന, നിങ്ങൾ കുമ്പിടുന്ന, നിങ്ങൾ സുജൂദ് ചെയ്യുന്ന, നിങ്ങൾ തവാഫ് ചെയ്യുന്ന ഈ ദൈവങ്ങളുണ്ടല്ലോ, ഈ ജാറങ്ങൾ, ഈ മഹാന്മാര് ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഓൾറെഡി ഞാൻ പറയുന്ന അല്ലാഹുവിനെ മാത്രം അംഗീകരിക്കാൻ നിങ്ങളും തയ്യാറില്ലല്ലോ. വീണ്ടും വാക്ക്, വലാ അന ആബിദു, വലാ അന, ഇല്ല ഇല്ല. അറബി ഗ്രാമർ അനുസരിച്ച്, ഗ്രാമർ അറിയുന്നവർക്കറിയാം, വലാ അന ഈ നഫീന്റെ എല്ലാം മുന്നിലേക്ക് വരികയും വിഷയം പിറകിലേക്ക് വരികയും ചെയ്താൽ കടുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ്. ലാ അന, ഇല്ല ഇല്ല, ഞാനില്ല. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയില്ലേ, ഇല്ല ഇല്ല, എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയുന്നില്ലേ, അതിനാണ് ഈ ലാ അന. വലാ അന, ഇല്ല ഇല്ല, ഞാനില്ല. ആബിദും മാ അബദ്തു, നിങ്ങളുടെ ജാറത്തിലേക്ക് വരുന്ന പ്രശ്നമേ ഇല്ല. അതല്ലേ വാക്കിന്റെ മയന. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, നിങ്ങളാവട്ടെ ഞാൻ എൻ്റെ അള്ളാഹുവിനെ മാത്രം എന്നതിനോട് യോജിക്കാൻ നിങ്ങൾ സാധിക്കുന്നുമില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾ നിങ്ങളെ ജാറവുമായിട്ട് മുന്നോട്ട് പോ, ഞാൻ എൻ്റെ തൗഹീദുമായിട്ട് മുന്നോട്ട് പോയിക്കോളാം. വരുന്നിടത്ത് വെച്ച് കാണാം എന്നല്ലേ വാക്കിന്റെ വേന. അതോ കോംപ്രമൈസാണോ? അതിനെ ഒരു കാസിമി അർത്ഥം വെച്ചത്, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ പിരിശപ്പെട്ട കാഫിരികളെ, ഞമ്മക്കൊന്ന് വല്ലാഹി സുമ്മ വല്ലാഹി, ഉമ്മത്ത് രക്ഷപ്പെടാൻ ഇനിയും സമയമെടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു വരികയാണ്. രണ്ടാമത്തെ രംഗം അതാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ദുആ, അത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്തിനാ? ഹംസ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തത് മുഹമ്മദ് മുസ്തഫ ദഅവത്ത് ചെയ്യുന്ന അല്ലാഹുവിനോടാണ്. പാരമ്പര്യ മുസ്ലിമാണ്, ദാറുൻ നദ്വയിലെ സുന്നി സെന്ററിൽ നിന്ന് വന്ന ആളാണ്. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു രാത്രി അസ്വസ്ഥമായിട്ടാണ് ദുആ ചെയ്യുന്നത്, അള്ളാഹിനോടാണ് ദുആ ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായി, ഇതുവരെ ലാത്ത തങ്ങളെ വിളിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, ഉസ്സാ തങ്ങളെ വിളിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, അതേപോലെ തന്നെ ഇബ്രാഹിം നബിയെ വിളിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ഹംസാന്റെ മനസ്സിൽ ആ വിശ്വാസമാണ്. അതിനെതിരായി മുഹമ്മദിന്റെ ദീനിൽ ഞാൻ ചേർന്നു എന്ന് പറയുമ്പോൾ അതിനൊക്കെ എതിരായി പോയല്ലോ, തെറ്റിപ്പോയോ, ഞാൻ അപകടപ്പെട്ടു പോയോ? അള്ളാഹുവേ, അല്ലാഹുമ്മ ഇൻ കാന മാ ഖൽതുഹു, ഞാൻ ഇന്നലെ അബൂജഹലോടാ പറഞ്ഞ വാക്ക്, ഞാനും മുഹമ്മദിന്റെ ദീനിലാണ് എന്ന് പറഞ്ഞ വാക്ക്, അള്ളാഹുവേ അത് റുസ്ദ, അതെന്റെ സന്മാർഗത്തിന്റെ വാക്കാണ് എങ്കിൽ, ഞാൻ രക്ഷപ്പെടാനുള്ള വാക്കാണ് എങ്കിൽ, ഫസദ്ദിഖ്ഹു ഫി ഖൽബി, എന്റെ കൽബിൽ നീ അത് സത്യമാക്കി തരണം. നേരെ മറിച്ചത് എന്റെ അപകടത്തിന്റെ ലലാലത്തിന്റെ വാക്കാണെങ്കിൽ എനിക്ക് നീ പുറത്തു തരണം. എന്റെ കാരണവന്മാര്, എന്റെ ഉപ്പുപ്പന്മാരുടെ ദീനിൽ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണം. ഇതല്ലേ ഹംസ ദുആ ചെയ്തത്? അതുമല്ല എന്ന് പറയുമോ? താരീഖ് പറ, താരീഖ് ഒളിപ്പിച്ചു വെക്കുന്ന എന്തിനാ? കാര്യം മനസ്സിലാവട്ടെ ജനത്തിന്, സാധാരണക്കാർക്ക്. അതെ, സലഫികൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ദീനിലാ. നേരത്തെ ഹംസ റളിയല്ലാഹു അൻഹു ഷീഈ ദീനിലാ, ജാറത്തിന്റെ ദീനിലാ. അതൊഴിവാക്കി അഷ്ഹദുവിന്റെ ദീനിലേക്ക് വന്നു. എന്താണ് കാര്യം? ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു തന്നെ പറയട്ടെ, നേരം വെളുത്തപ്പോൾ ഞാൻ ഇത് ആവർത്തിച്ച് പറയുന്നു, എല്ലാ ആഴ്ചയും ആവർത്തിക്കുന്നത്, അത് തഹ്ഖീഖ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോയാൽ മതി. ഇനി അതിൽ സംശയം ഉണ്ടെങ്കിൽ പറ, ഞാൻ തിരുത്താം. ഹംസ റളിയല്ലാഹു അൻഹു നേരത്തെ ക്രിസ്ത്യാനിയായിരുന്നു, ആ മതം മാറിയിട്ട് ഇപ്പുറത്തെ മതത്തിലേക്ക് വന്നതാണ്. അല്ലെങ്കിൽ ഹംസ റളിയല്ലാഹു അൻഹു നേരത്തെ ജൂതനായിരുന്നു, ആ മതം മാറിയിട്ട് ഇപ്പുറത്തേക്ക് വന്നതാണ്.
അല്ലെങ്കിൽ ഹംസ നേരത്തെ മജൂസിയായിരുന്നു, അല്ലെങ്കിൽ ഹംസ അതേപോലത്തെ മതത്തിലായിരുന്നു, ആ മതം മാറിയിട്ട് ഇപ്പത്തേക്ക് കൺവെർട്ട് ചെയ്തതാണ് എന്ന് രേഖയുണ്ടെങ്കിൽ പറഞ്ഞതാ. നാം പറയുന്നു ഹംസ ലാ ഇലാഹ റബ്ബ ഇല്ലല്ലാഹുവിന്റെ ആളാണ്, അശ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹുവിന്റെ ആളാണ്, റബ്ബുൽ ആലമീനായ അല്ലാഹുവാണ് അല്ലാഹു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആ അള്ളാഹിനെ കിട്ടണമെങ്കിൽ ഔലിയാക്കൾ ഉണ്ടായേ പറ്റൂ. ഇതാണ് ഹംസ അല്ലാഹുവിന്റെ ദീൻ. അത് തന്നെയാണ് ഇവിടുത്തെ പാരമ്പര്യക്കാരുടെ ദീൻ. വലിശക്കങ്ങൾ ഉണ്ടെങ്കിലേ അള്ളാഹിനെ കിട്ടൂ, ശിഫായ് ശക്കങ്ങൾ ഉണ്ടെങ്കിലേ അള്ളാഹിനെ കിട്ടൂ. ഇവിടെയാണ് രണ്ട് തർക്കങ്ങൾ. ഹംസ അല്ലാഹുവിന്റെ മനസ്സിൽ സംഘട്ടനം അതാ. മുഹമ്മദ് പറയുന്ന അള്ളാഹ് മാത്രം എന്ന പ്രയോഗമാണോ ശരി? അല്ല നമ്മളെ കാപ്പക്കാരെ പറഞ്ഞ അള്ളാഹിനോടൊപ്പം ഔലിയാക്കളും, ഇതാണോ ശരി? ഇതാണ് ഹംസ അല്ലാഹുവിന്റെ മനസ്സിലെ സംഘട്ടനം. അല്ലാഹു തആല ഹംസ അല്ലാഹുവിന്റെ ഹൃദയത്തെ തുറന്നു കൊടുത്തു. സുബഹിന്റെ സമയത്ത് സലഫി സെന്ററിലേക്ക് പോയി, അഥവാ ദാറുൽ അർക്കമിലേക്ക് പോയി. ദാറുൽ അർക്കം ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ്, വലിയ വീടാണ്. അദ്ദേഹം അർക്കം റളിയല്ലാഹു തആല അൻഹു മഖ്സൂമി ഗോത്രത്തിൽപ്പെട്ട ആളാണ്, അബൂജഹിലിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. സഫാ മലന്റെ അടുത്താണ് ആ വീട്. അതുകൊണ്ട് അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണ് നബി തങ്ങളൊന്നും തോന്നിപ്പോണ്ട. അങ്ങനെയാണല്ലോ പുരോഹിതന്മാർ പ്രസംഗിക്കാറ്, നബി തങ്ങൾ ഒളിച്ചിരിക്കുകയായിരുന്നു ആരും കാണാണ്ട്. ഹംസ അല്ലാഹു ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് അർക്കം റളിയല്ലാഹുവിന്റെ വീട്ടിലാണുള്ളത്. അർക്കം റളിയല്ലാഹുവിന്റെ വീട് സഫന്റെ അടുത്താണ്, സഫാ മലന്റെ അടുത്താണ്. എന്തിനാണ് അവിടെ തെരഞ്ഞെടുത്തത്? സഈ ചെയ്യാൻ വേണ്ടി, ഉംറക്ക് വേണ്ടിയും ഹജ്ജിന് വേണ്ടിയും മുസ്ലിമീങ്ങൾ ജനങ്ങൾ വരും. റസൂലുള്ളാഹി ഞങ്ങൾ നബിയാകുന്നതിന് മുമ്പേ ഹജ്ജിനും ഉംറക്കും വരുമായിരുന്നില്ലേ? സഫിയും മർവിയും സജീവമായിരുന്നില്ലേ? സഫി മർവി ഇന്നലെ വന്നതാണോ? സെൽഫികൾക്ക് പോലും അത് ധൈര്യം വരുന്നില്ല. ആ ഹജ്ജെല്ലാം നിബിധങ്ങൾ വന്നിട്ടല്ലേ, പഠിക്കൂല, ഒന്നും പഠിക്ക. നിസ്കാരം അതൊക്കെ നുബത്തിന്റെ 11-ാം കൊല്ലം മിറാജിന് പോയിട്ടല്ലേ നിസ്കാരം ഉണ്ടായത്. പിന്നെന്ത് നിസ്കാരം? സെൽഫിയോട് ചോദിക്കുന്നു നഊദുബില്ല. ഷിയാക്കള ചോദിച്ചെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാമായിരുന്നു, വിവരമില്ലാത്തതുകൊണ്ടാണെന്ന്. ഇവരാണല്ലോ വിവരമുള്ളവരെന്ന് പറയുന്നവർ. നഊദുബില്ലാഹി മിനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ കർമ്മങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അവിടെയാണ്. പുറത്തിറങ്ങിയിട്ട് പരസ്യമായ ദഅവത്ത് ചെയ്യാറില്ല. താല്പര്യമുള്ളവർ അഷ്റഫുൽ ഖൽഖിന്റെ അടുക്കിലേക്ക് പോകും. അബൂബക്കർ സിദ്ദീഖ് പുറത്തിറങ്ങും, ഒന്നിച്ചുള്ള കൂട്ടുകാരെയും കൂട്ടിയിട്ട് വൈകുന്നേരം ദാറുൽ അർഖമിലേക്ക് പോകും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങും, ഇഷ്ടപ്പെട്ടവരെയും കൂട്ടിയിട്ട് വൈകുന്നേരം പോകും. റസൂലുള്ളാഹി തങ്ങൾ കാര്യം മനസ്സിലാക്കി കൊടുക്കും. താല്പര്യമുള്ളവർ അഷ്ഹദു പറയും, അല്ലാത്തവർ തിരിച്ചു പോകും. ഇതല്ലേ ദാറുൽ അർഖമിന്റെ സ്വഭാവം. ഹംസ അല്ലാഹുവിന്റെ പിറ്റേന്ന് രാവിലെ ദാറുൽ അർഖമിലേക്ക് കയറിയിട്ട് അഷ്റഫുൽ ഖൽഖിന്റെ ഹദ്റത്തിലേക്ക് ചെന്നു. അതെ, അഷ്റഫുൽ ഖൽഖുമായിട്ട് നല്ല ബന്ധമാണ്, അതുകൊണ്ട് പേടിയില്ല. ഹംസ വന്നത് എന്തെങ്കിലും കുരുത്തക്കേടാന്നുള്ള വിശ്വാസമൊന്നുമില്ല. ഹംസ അല്ലാഹു തആലാഹുവിനെ പേടിയില്ല അവർക്ക്. ഹംസ അല്ലാഹുവിന് വന്നു, കഴിഞ്ഞ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ മുഴുവനും വിശദീകരിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് ഹംസ അല്ലാഹുവിന്റെ പുറന്തടങ്ങിയിട്ട് പറഞ്ഞില്ലേ, ഹംസ എന്തിനാണ് എനിക്ക് കാത്തിരിക്കുന്നത്? ഹക്കായ ദീൻ അംഗീകരിച്ച് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടലല്ലേ നല്ലത്. അപ്പൊ ഏതല്ലാന്ന് ചോദിച്ചില്ല ഹംസ. ഏതല്ലാനെയാണ് ഞാൻ അംഗീകരിക്കേണ്ടതെന്ന് ചോദിച്ചില്ല ഹംസ. അള്ളാഹുവിനെ അംഗീകരിച്ച് രക്ഷപ്പെടലല്ലേ ഹംസ നല്ലത്. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു, ഞാൻ തീരുമാനമെടുത്തു മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലേ, പള്ളി ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായത്? ഏത് ദീനിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വന്നത്? ഇത് തന്നെയല്ലേ ഉമർ റളിയല്ലാഹുവിന്റെ കാര്യത്തിൽ നാം പറഞ്ഞു വെച്ചത്? നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത് അവിടെയാണ്. അവിടെ തന്നെ ഇപ്പോഴും എത്തിയിരിക്കുന്നത്. തുഴഞ്ഞിട്ട് അക്കരെ എത്തുന്നില്ല, എത്തൂല. കാരണം ഇത് പറയണ്ട, ഇത് പറഞ്ഞ് ഉറപ്പിച്ചിട്ട് മതി ഞാൻ അപ്പുറത്തേക്ക് പോക്ക്. താല്പര്യക്കേടുമല്ല വിഷയം. അല്ലാഹു തആല ലലാലത്തിൽ നിന്ന് ഹിദായത്തിലേക്ക് വന്നൊരു ചെറിയ ന്യൂനപക്ഷം എൻ്റെ മുമ്പിലുണ്ടെന്ന് എനിക്കറിയാം. അവരടുത്ത് തഹ്ഖീഖാവണം. അത് മരിക്കുന്നത് വരെ ലൈവായി നിൽക്കണം. സസ്പെൻഷൻ വന്നു ചേരാൻ പറ്റൂല, ഡിസ്മിഷൻ വന്നു ചേരാൻ പറ്റൂല. ഈ പറയുന്ന എനിക്കും ഈ ഇരിക്കുന്ന ന്യൂനപക്ഷത്തിനും തീർച്ചയായിട്ടും തഹ്ഖീഖാവണം കാര്യം. അതുകൊണ്ടാണ് ഞാൻ തറപ്പിച്ച് അടിവരയിട്ടുകൊണ്ട് ഇക്കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരുദ്ദേശിച്ചുകൊണ്ടാണ്? സലഫികൾക്ക് തർബിയത്ത് എന്ന നിലക്കാണ്, ഷിയാക്കൾക്ക് ദഅവത്ത് എന്ന നിലക്കാണ്. أقول قولي هذا والله أعلم وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമർ ബിനുൽ ഖത്താബിന്റെ മകൻ ഉമർ ധീരനാണ്, ബുദ്ധിശാലിയാണ്.
എഴുതാനും വായിക്കാനും അറിയാവുന്ന ഒരു ചെറിയ ന്യൂനപക്ഷത്തിൽ ഒരാളായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. അന്നത്തെ ആൾക്കാർ അധികം ഉമ്മികളാണ്, എഴുതാനും വായിക്കാനും അറിയുമായിരുന്നില്ല. പക്ഷെ ഖത്താബിന്റെ മകൻ ഉമർ നന്നായി അറബി അറിയാവുന്ന ആളാണ്, നന്നായിട്ട് എഴുതാനും വായിക്കാനും അറിയുന്ന ആളാണ്. ഖത്താബിന്റെ മകൻ ഉമർ ഹക്കിൽ നിലനിന്നു ഹംസയെ പോലെ. ഖത്താബിന്റെ മകൻ ഉമർ ഒറ്റ പ്രശ്നമേ ഉള്ളൂ അഷ്റഫുൽ ഖൽക്കിനോട്. കാക്ക കാരണവന്മാർ പറയുന്ന മഹാന്മാരായ ഉലിയാക്കളെയും മറ്റും വിട്ടിട്ട് മുഹമ്മദി പറയും പോലെ അല്ലാഹ് മാത്രം മതി എന്ന് പറയുന്നത് ഉപ്പപ്പമാരോട് കാണിക്കുന്ന മര്യാദകേടല്ലേ, ശേഖന്മാരോട് കാണിക്കുന്ന മര്യാദകേടല്ലേ? നമ്മുടെ പരമ്പരാഗതമായി 500 കൊല്ലം നമുക്ക് പരിചയമുള്ളൊരു ദീൻ, ആ ദീൻ മഹാന്മാരെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിനെതിരായിട്ടാണ് മുഹമ്മദ് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രീതിയിലാണ് ഉമറും ചിന്തിച്ചത്. അബൂജഹലിനെ പോലെ അബൂലഹബിനെ പോലെ അഹങ്കാരിയല്ല, കാര്യം മനസ്സിലാക്കിയിട്ടും ജീവിക്കാൻ വേണ്ടി കോലം കെട്ടുന്ന ആളല്ല ഇന്നത്തെ മൗലാനമാരെ മാതിരി. ഹംസ അബൂലഹബ് ഒറ്റ വിഷയമേ ഉള്ളൂ, ജാറത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുന്ന ആളാണ് അബൂലഹബ്. അതുകൊണ്ട് തന്നെ മുഹമ്മദിന്റെ ദൗത്യം ജയിച്ചാൽ ജാറത്തിലേക്ക് വരാൻ ആളുണ്ടാവില്ല. അതേപോലെ തന്നെ ഇലാഹ നടത്തി പറഞ്ഞ് ബാഹു ബർക്കത്ത് പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് തബ്ബല്ലക്ക്. നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് സംസാരിക്കാം. കടുകട്ടിയുള്ള മൗലാനമാരുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ നമ്മൾ സാധാരണക്കാരനെയാണ് പരിഗണിക്കുന്നത്, അതായത് മനസ്സിൽ പേടിയുള്ള, അതായത് അള്ളാഹിനോടും അള്ളാഹിന്റെ ദീനോടും മഹബത്താണ്. പക്ഷെ ശേഖന്മാര് പാരമ്പര്യമുള്ള 10-40 കൊല്ലം കാവ്യായിട്ട് ജീവിച്ച ആൾക്കാരൊക്കെ മിമ്പറിന്റെ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ തങ്ങന്മാരെ വിട്ടെ കള്ള കേട്ടോ, അച്ചപ്പെട്ടുവും കേട്ടോ, വഹാബികൾ കള്ളന്മാരാണ് കേട്ടോ, അവർ പറയുന്നത് കളവാണ് കേട്ടോ, അവർ നമ്മളെ കളവാക്കുകയാണ് കേട്ടോ എന്തൊക്കെ പറയുമ്പോൾ അതിന് വീണുപോയ സാധാരണക്കാരുണ്ട്. അവരോടാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും സലഫികൾക്ക് തർബിയത്ത് ആവശ്യമാണ്, ഷിയാക്കൾക്ക് ദഅവത്ത് ആവശ്യമാണ്. ആദ്യം നാം ഈ ദഅവത്തും അതിന്റെ ഒന്നിച്ച് തർബിയത്തും പറയുന്നത് അതുകൊണ്ടാണ്. ദഅവത്ത് ആമിനോടാണ്, സാധാരണക്കാരനോടാണ്. ഖാസിന്റെ കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം അഷ്റഫുൽ ഖൽക്കിനോട് ആദർശപരമായിട്ട് വിയോജിപ്പുള്ള ആളാണ് ഖത്താബിന്റെ മകൻ ഉമർ. വളരെ കട്ടിയുള്ള വിയോജിപ്പ്, വളരെ ആത്മാർത്ഥമായ വിയോജിപ്പ്. ഔലിയാക്കളെ വിട്ടിട്ട് കളിയില്ല, തങ്ങന്മാരെ വിട്ട് കളിയില്ല, മരിച്ചുപോയ ശേഖന്മാരെ വിട്ട് കളിയില്ല. മുഹമ്മദ് പറയുന്നിടത്തല്ല കാര്യം, നമ്മുടെ ഉക്കുപ്പന്മാര് പറഞ്ഞിടത്താണ് കാര്യം. ഈ ഒരു ആദർശത്തിലായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ. കൃത്യമായി മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുന്ന ആളായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ. ഒപ്പം അപ്പുറം കള്ളുഷാപ്പിൽ പോയിട്ട് കള്ളും കുടിക്കും ഖത്താബിന്റെ മകൻ ഉമർ. കൃത്യമായി കഅബയിൽ തവാഫ് ചെയ്യുന്ന ആളായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ. ഒപ്പം അപ്പുറം പോയിട്ട് ലോട്ടറിയും ബുക്കും ഖത്താബിന്റെ മകൻ ഉമർ. ചൂതാട്ടത്തിൽ അഗ്രഗണ്യനാണ് ഖത്താബിന്റെ മകൻ ഉമർ. ഇപ്പുറത്ത് മസ്ജിദുൽ ഹറാമിൽ ഇത്തിക്കാഫിരിക്കും, 1 ദിവസം 2 ദിവസം. അപ്പുറത്ത് പോയിട്ട് മദ്യഷാപ്പിന്റെ അടുത്ത് മാടിയും പോയിരിക്കും. ഇതാണ് ഖത്താബിന്റെ മകൻ ഉമർ. ചരിത്രം പഠിക്കു കൂട്ടരെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളിൽ അതായത് ദീനുൽ ഇസ്ലാമിൽ ഷഹാദത്ത് പറഞ്ഞതിന് ശേഷം പഴയകാല കഥകൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഉമർ റളിയല്ലാഹു തആല അൻഹു. ഈ രീതിയിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു വളരെ ധീരനായി മുഹമ്മദ് മുസ്തഫ തങ്ങളുമായി ആദർശ പോരാട്ടത്തിലാണ്. ആദർശ പോരാട്ടത്തിലുള്ളവർക്ക് കാര്യം മനസ്സിലായ പിന്നെ ഒരു സെക്കൻഡ് കാത്തുനിൽക്കൂല. ചിലപ്പോൾ കുടുംബം ഉണ്ടാവില്ല, ബന്ധു ഉണ്ടാവില്ല, ഉപ്പിയുമില്ല, ഉമ്മയുമില്ല, ആരുമില്ല, എല്ലാവരും പുറത്താക്കും. ഒറ്റക്കായിരിക്കും. ആദർശ താല്പര്യമുള്ളവർക്ക്, സാമ്പത്തിക താല്പര്യമുള്ളവർ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവും. അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലേ കാര്യം മുന്നോട്ട് പോവുള്ളൂ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആദർശത്തിൽ വളരെ ശക്തമായ തീവ്രമായ നയമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആ താല്പര്യം കാണിക്കാറുണ്ട്. അബുസീനിയയിലേക്ക് ഹിജ്റ പോകുന്ന സംഘം, ആദ്യത്തെ സംഘം ഏതാണ്ട് 10-12 പേരേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഉമ്മു അബ്ദില്ല അബിസീനിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പെറുക്കി കെട്ടുകയാണ്. ഒരു രക്ഷയില്ല, മക്കത്ത് താമസിക്കാൻ കഴിയുന്നില്ല. അഷ്റഫുൽ ഖൽക്ക് സമ്മതിച്ചു, അഭയം കിട്ടുന്നൊരു നാട്ടിലേക്ക് പോകാം. നീതിമാൻ ഒരു രാജാവുണ്ട് ബഹ്ഷി, ആ രാജാവിന്റെ നാട്ടിലെ ആരെയും സ്വീകരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്കിന്റെ നിർദ്ദേശം അനുസരിച്ച് ആ ചെറുസംഘം അബിസീനിയയിലേക്ക് പുറപ്പെട്ടു. ആ കൂട്ടത്തിൽ ഉമ്മു അബ്ദുള്ളയും അബു അബ്ദുള്ളയും ഉണ്ടായിരുന്നു. ഉമ്മു അബ്ദുള്ള സാധനങ്ങളൊക്കെ പെറുക്കി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വഴിയിൽ ഖത്താബിന്റെ മകൻ ഉമർ നടന്നു നീങ്ങി. ഖത്താബിന്റെ മകൻ ഉമർ ചോദിച്ചു ആ സഹാബി സ്ത്രീയോട്, അയിനത്തു രീതി, എങ്ങോട്ടാ യാത്ര, എവിടത്തേക്കാണ് പോകുന്നത്? എല്ലാം മാറപ്പലം കെട്ടിയിട്ട്. താരീഖിന്റെ ഉലമാക്കൾ എഴുതി കുറച്ച് കട്ടി തന്നെ ആ സഹാബി സ്ത്രീ മറുപടി പറഞ്ഞു ഖത്താബിന്റെ മകൻ ഉമറിനോട്, കുറച്ച് നല്ല സ്വരത്തിൽ. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ജീവിക്കാൻ ഒതുക്കുന്നില്ല മനുഷ്യനെ. ആദർശം ഞങ്ങളെ സ്വാതന്ത്ര്യമാണ്, ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. സ്വാതന്ത്ര്യമുള്ള രാജ്യത്തേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്, എന്ത് വേണം ഉമറിന്? കട്ടി തന്നെ ചോദിച്ചു. ഉമറിന്റെ പഴയ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ തിരിച്ചു കെട്ടി അങ്ങോട്ട്. പക്ഷെ ഉമർ റളിയല്ലാഹു തആല അൻഹു അന്ന് ആ സ്ത്രീയോട് പറഞ്ഞ മറുപടി താരീഖിന്റെ കിതാബിലുണ്ട്, സഹബക്കില്ല,
ധൈര്യമായിട്ട് പോ, അള്ളാഹു നിന്നെ സഹായിക്കും. ഏതല്ലാഹ്? ഞാൻ ചോദിക്കുന്നു എൻ്റെ ഉമ്മത്തോട്, സാധാരണക്കാരോടല്ല, ഉലമാക്കളോട്, ഖത്തീബുമാരോട്, മുദരിസുമാരോട്, ഇവിടുത്തെ സംഘടനന്റെ തലപ്പത്തിരുന്ന് പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്ന ചൂഷകവർഗത്തോട് ഞാൻ ചോദിക്കുന്നു, ഉമയ്യല്ലാഹുവിന് പറഞ്ഞായ അല്ലാഹ് ഏതല്ലയാണ്? ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. അലാ വസല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ വർ റസൂലിൽ മുർത്തദ. സഹോദരങ്ങളെ, പലരും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗികൾ, വ്യാധികൾ, ചെറിയ വലുതുമായ രോഗങ്ങൾ, ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ രോഗം, മാനസിക രോഗം, അപസ്മാര രോഗം, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വേദന തിന്നുന്ന നമ്മുടെ കൂട്ടുകാർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, കുട്ടികൾ, വലിയവർ, കുടുംബത്തിലുള്ളവർ, നാട്ടിലും വീട്ടിലുമുള്ളവർ, വീട്ടിൽ കഴിഞ്ഞുകൂടുന്നവർ, ആശുപത്രികളിൽ അഡ്മിറ്റായി കഴിഞ്ഞുകൂടുന്നവർ, അല്ലാഹ് അസ്ബാബുകളെ പരിഗണിക്കാതെ നീ നിന്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ ഉപ്പ ഉമ്മമാർ, കാരണവന്മാർ, ബന്ധുക്കൾ, കൂട്ടുകാർ, നാട്ടുകാർ, വീട്ടുകാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഭാര്യ, ഭർത്താവ്, മക്കള്, ആൺമക്കള്, പെൺമക്കള്, മരിച്ചുപോയവരുള്ളവർ. ചിലർ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ സന്തോഷത്തിലാണ്, മറ്റു ചിലർ എന്തോ കാരണത്താൽ അള്ളാഹുവിൽ നിന്ന് വളരെ അകലത്തിലാണ്. അള്ളാഹു തആല അവൻ്റെ ഔദാര്യം കൊണ്ട് ആ നല്ലവരെ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. നാം മരിച്ചു പിരിയുമ്പോൾ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്നെത്തുമ്പോൾ, അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ന്യൂനപക്ഷത്തോട് ചേരാൻ എന്താണോ വേണ്ടത്, മരിക്കുന്നതിന് മുമ്പ് എനിക്കും നിങ്ങൾക്കും ആ മഹാസൗഭാഗ്യം അള്ളാഹു പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم ارحمنا وارحم والدينا رب ارحمهما كما ربياني صغيرا. اللهم ارحمنا وارحم موتانا وموتى المسلمين. اللهم اغفر لهم وارحمهم واعف عنهم وعافهم يا رب العالمين. اللهم عافنا وعاف مبتلانا ومبتلى المسلمين. اللهم اشفنا واشف مرضانا ومرضى المسلمين. اللهم الف بين قلوب المسلمين الموحدين واصلح ذات بينهم يا رب العالمين. اللهم صل على محمد وآله وصحبه أجمعين والحمد لله رب العالمين.